അന്റെ പഠിപ്പ് ഇതുവരെ കഴിഞ്ഞില്ലേ? മരുന്നൊക്കെ കഴിക്കുന്ന സാധനം വാങ്ങിക്കാം. ഇന്നത്തെ കൂടെ ഉള്ളൂ അല്ലേ? കഞ്ഞി കൊടുത്ത് തരട്ടെ? അമ്മേ വിശക്കുന്നു. കഞ്ഞി എടുത്ത് തരട്ടെ? കഞ്ഞി ബിരിയാണിയോ? എന്റെ പൊന്നെ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ല. അപ്പുറത്തുനിന്ന് ആ ഒരു മദ്രസല്ലേ, അവിടെ ഇന്ന് നബിദിനാണ്. നബി അവരുടെ ജനിച്ച ദിവസം അത്രയെന്ന്, അതിന്റെ ആഘോഷമൊക്കെയാ. അവരൊന്നിപ്പോ നമുക്ക് തരുമോ? ഞാൻ ഒരു പ്ലേറ്റ് ഇട്ട് പോയിക്കൂടെ? മോശം. അവിടെ അവരെ തന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ടാവും. ആ നാട് മൊത്തമുള്ള ആൾക്കാർ അവിടെ ചോറിന് വന്നിട്ടുണ്ടാവും. ഞാൻ എൻ്റെ മോൻ പോയിട്ട് താവണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യട്ടെ അമ്മ, അമ്മയുടെ ആ ഒരു പേഴ്സില്ലേ, അതിലൊരു 10 രൂപ ഇരിക്കുന്നുണ്ട്. അതായിട്ട് പോയിട്ട് മോനും ബണ്ണ് മേടിച്ചിട്ട് കഴിച്ചു. നമ്മുടെ വീട്ടിലുള്ളതല്ല കഴിക്കുക. നല്ല കുട്ടിയല്ലേ, അച്ഛനും വയ്യാത്തോണ്ടല്ലേ. ഉള്ള കാശിക്കുന്നേ അച്ഛൻ മരുന്ന് വാങ്ങിക്കണം. മോൻ പറഞ്ഞ കേട്ടില്ലേ നിങ്ങള്? അവരുടെ പള്ളിയിൽ നബിദിനാ. അവിടെ നെയ്ച്ചോറിന്റെ ബിരിയാണിയുടെ ഒക്കെ മണമുണ്ട്. എന്നാ മോനിക്ക് ഇതേപോലെ നമുക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ പറ്റും? നിങ്ങളെ മരുന്നും തീർന്ന്. നാളെയാണെങ്കിൽ ആ ഇസാഫിന്റെ അടവിന്റെ ദിവസം. എങ്ങനെ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാന്നൊക്കെ അറിയില്ല. അതിനിടയിൽ ഉള്ള പണിയും പോയി. ആരോടാ ഒന്ന് പോയി ചോദിക്കാം? ആരാ തരും? ഇതാണെങ്കിൽ ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ആ രവിയേട്ടൻ്റെ അടുത്ത് കുറച്ച് പൈസ ചോദിച്ചാലോ? ഒരു പ്രാവശ്യത്തെ അടവിനെങ്കിലും കിട്ടിയ അതായില്ലേ. പലിശെങ്കിൽ പലിശ. ഇപ്പൊ തന്നെ നാട് മുഴുവൻ കട, നമ്മുടെ ചികിത്സയുടെ പേര്. പാവം, അതിന് നല്ലൊരു ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നും എന്നും കഞ്ഞി കുടിച്ചിട്ട് ഒരു കുട്ടിക്ക് മടുത്തിട്ടുണ്ട്. ആരോ വിളിക്കുന്നു. വരുന്നു. എന്താ മോളെ? കുറച്ച് നെയ്ച്ചോറാ ഉമ്മ തരാൻ പറഞ്ഞതാ. ഞങ്ങളുടെ നബിദിനാ. ചേച്ചി നിനക്ക് അറിയണേ? അത് മോനിപ്പൊ പറഞ്ഞുള്ളൂ, നെയ്ച്ചോറിന്റെ മണം വരുന്നുണ്ട്. ഇങ്ങനെ ഫുഡ് എല്ലാ പ്രാവശ്യം കൊടുക്കാറുള്ളതാണ്, ഇതൊരു ആചാരമാണ്. പക്ഷെ ഞാൻ കരുതി നിങ്ങൾ കുറെ ആൾക്കാരവിടെ നിൽക്കുന്നത് കാണാറുണ്ട്, മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കൂന്ന്. നമ്മള് അയൽവാസികൾക്കും എല്ലാവർക്കും കൊടുക്കും. നമ്മുടെ അടുത്തുള്ള ആരും പട്ടിണി എടുക്കാൻ പാടില്ല എന്നാണ് ഈ ദിവസം. ഇത് എല്ലാ നാട്ടിലും ഉണ്ടോ ഇങ്ങനെ? ഓ, എല്ലാ നാട്ടിലും ഉണ്ട്. ഈ ദിവസം ആയി കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇതേപോലെ ചോറുണ്ടാവും. അത് നമ്മൾ ക്യൂ നിന്ന് വാങ്ങും. ആർക്കും വാങ്ങാം. അപ്പൊ ഞങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റുമോ? വാങ്ങാലോ. ഇനി അടുത്ത പ്രാവശ്യം ചേച്ചിക്ക് വാങ്ങാലോ. ഇതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വാങ്ങാം. ഭക്ഷണമല്ലേ, അന്നെ എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. അങ്ങനെ ജാതി മതമൊന്നുമില്ല, ആർക്കും ഒന്ന് വാങ്ങാം.
എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മോൻ പറഞ്ഞതാ എന്നോട്, അമ്മ ഞാനൊരു പാത്രം കൊണ്ട് പൊക്കോട്ടെ, പക്ഷെ ഞാൻ കരുതി നിങ്ങളെ ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമേ കൊടുക്കണ്ടാവുള്ളൂ എന്ന്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞ. മടി വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നീ അടുത്ത കൊല്ലം മുതൽ നേരിട്ട് പോവാലോ. ഭക്ഷണല്ലേ, അന്നെ എല്ലാവർക്കും കഴിക്കാനുള്ളതല്ലേ. ഞാൻ പണ്ട് പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ നബിയുടെ വചനങ്ങളൊക്കെ. അയൽവാസികൾ പട്ടിണി കിടക്കുമ്പോൾ ആഘോഷങ്ങൾ പാടില്ല എന്നും അങ്ങനെ എന്തൊക്കെയോ ഇല്ലേ. പിന്നെ 30 ദിവസത്തെ ആ ഒരു വ്രതാനുഷ്ഠാനം, അതുപോലെ തന്നെ പെരുന്നാളിന് നിങ്ങൾ തൊട്ട അയൽപ്പക്കത്തുള്ള വീടുകളിലേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്നതും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇല്ലാത്തവനുള്ളവനക്ക് കൊടുക്കുന്നതും അതിനൊരു പരിമിതിയും. മോന് കൊടുക്കണം കേട്ടോ, ഞാൻ വിശന്നിരിക്കല്ലേ. ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് ഇതൊന്ന് ആചാരത്തിൽ കിട്ടിയ അമൃതാണ്. ശരി, ഞാൻ മോനക്ക് വേഗം കൊടുക്കാം. ശരി മോൻ, നടക്കട്ടെ. ഉമ്മാനോട് പറയും അന്വേഷിച്ചതായിട്ട്. പറയാം. മോനെ